സ്മൃതി, നമ്മുടെ രാജ്യത്ത് മാധ്യമ സ്വാതന്ത്ര്യം ഏറ്റവും അധികം അടിച്ചമർത്തപ്പെട്ട കാലഘട്ടം എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ കാലഘട്ടമാണ്. 1975 ജൂൺ 25-നാണ് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിക്കുന്നത്. രാത്രി 10:30-നാണ് അന്ന് രാഷ്ട്രപതിയായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആ പ്രഖ്യാപനത്തിൽ ഒപ്പുവയ്ക്കുന്നത്. അതിനുശേഷം പോയ ആദ്യത്തെ സർക്കാർ ഓർഡർ എന്ന് പറയുന്നത് അതൊരു ഓറൽ ഓർഡർ ആയിരുന്നു, അതൊരു റിട്ടേൺ ഓർഡർ ആയിരുന്നില്ല. അത് ഡൽഹിയിലെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ജനറൽ മാനേജർക്ക് ഒരു ടെലഫോൺ കോളായിട്ടാണ് ചെല്ലുന്നത്. എന്തായിരുന്നു ആ ഓർഡർ എന്ന് പറഞ്ഞാൽ അത് എല്ലാ പത്രസ്ഥാപനങ്ങളിലേക്കുമുള്ള കറണ്ട് സപ്ലൈ കട്ട് ചെയ്യണം എന്നായിരുന്നു. അപ്പോൾ ഒരു സർക്കാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യമെടുത്ത നടപടി എന്ന് പറയുന്നത് മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ള ഓരോരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കുക അടിയന്തരാവസ്ഥയുടെ ഒരു അടിയന്തരാവശ്യമായി മാറിയത് എന്ന് വെച്ചാൽ, നോക്കൂ, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ഒരു ഇലക്റ്റഡ് ഗവൺമെൻറ്റാണുള്ളത്. ഒരു ഇലക്റ്റഡ് ഗവൺമെൻറ്റാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. പിന്നെ അതിനുശേഷം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഏകാധിപത്യ ഭരണമാണ് വരിക. ആ ഏകാധിപത്യ ഭരണത്തിന് കീഴിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും ജനങ്ങൾ അറിയാൻ പാടില്ല എന്നുള്ളത് സർക്കാരിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് മാധ്യമ സ്വാതന്ത്ര്യം കട്ടേൽ ചെയ്യപ്പെടുന്നത് അടിയന്തരാവസ്ഥ കാലത്ത്. അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പോ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമോ നമ്മൾ ആ രീതിയിലുള്ള ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിച്ചിട്ടില്ല. എന്നാൽ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം മാധ്യമങ്ങളെ ഏതെല്ലാം വിധത്തിൽ നിയന്ത്രിക്കുന്നു എന്നതിന് ഒട്ടേറെ ഉദാഹരണങ്ങൾ എണ്ണി നമുക്ക് പറയാനുണ്ടാവും. ഇന്ന് രാജ്യത്ത് മാധ്യമ സ്വാതന്ത്ര്യമില്ല എന്നുള്ള കാര്യം ഒരു വസ്തുതയാണ്. ഏതാണ്ട് അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യമാണ് നിലവിലുള്ളത്. അത്തരത്തിലൊരു പ്രഖ്യാപിത അടിയന്തരാവസ്ഥയില്ലെങ്കിലും നമ്മളൊക്കെ പറയുന്നത് പോലെ ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ സാഹചര്യം ഇന്ന് മാധ്യമങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. പല തരത്തിലുള്ള ഭീഷണിപ്പെടുത്തലുകളിലൂടെയാണ് മാധ്യമങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ പറയാം, 2017 ഈ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഡിപെൻഡൻ്റായ പ്രസിദ്ധീകരണമാണ്. അത് സമീക്ഷ എന്ന് പറയുന്നൊരു ട്രസ്റ്റാണ് പ്രസിദ്ധീകരണം നടത്തുന്നത്. അതിൻ്റെ എഡിറ്ററായിരുന്ന പരഞ്ജോയ് ഗുഹ തകൂർത്ത വളരെ എന്താ പറയുക, ഒരു അക്ലൈംഡ് ആയിട്ടുള്ള ജേർണലിസ്റ്റാണ്. തകൂർത്തയ്ക്ക് EPWൻ്റെ എഡിറ്റർ സ്ഥാനം രാജിവെക്കേണ്ടി വരുന്നു. എന്താ കാരണം എന്നറിയാമോ? EPWൻ്റെ എഡിറ്ററായിരുന്നു കൊണ്ട് തകൂർത്ത ഒരു ലേഖന പരമ്പര പ്രസിദ്ധീകരിച്ചു. അത് അദാനി പവറിനെ കുറിച്ചുള്ളതായിരുന്നു. അതായത് അദാനിയുടെ സ്ഥാപനമായ ഈ അദാനി പവറിന് മോദി സർക്കാരിൽ നിന്ന് വഴിവിട്ട് 500 കോടി രൂപ ലഭ്യമാക്കി എന്നുള്ളതാണ് ഈ തകൂർത്തയുടെ ഇൻവെസ്റ്റിഗേഷനിലൂടെ കണ്ടെത്തിയത്. അപ്പോൾ അദാനി പവറിനെതിരെ EPWയിൽ ആ ലേഖനം പ്രസിദ്ധീകരിച്ചതിന് ശേഷം പിന്നെ തകൂർത്തയ്ക്ക് അവിടെ തുടരാൻ കഴിഞ്ഞിട്ടില്ല. സമീക്ഷ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതൊരു ഇൻഡിപെൻഡൻറ്റ് ട്രസ്റ്റാണെന്നുള്ളതാണ്. ഒരു തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദത്തിനും വഴങ്ങാത്ത ഒരു സ്ഥാപനമാണ് EPW. നമുക്കെല്ലാവർക്കും വളരെ ബഹുമാനമുള്ളൊരു രാജ്യത്തെമ്പാടും റെസ്പെക്റ്റുള്ളൊരു പ്രസിദ്ധീകരണവുമാണ്. പക്ഷേ അവർക്ക് പോലും ഈ പറയുന്ന സമ്മർദ്ദത്തിന്, സർക്കാരിൻ്റെ സമ്മർദ്ദത്തിന് കീഴടങ്ങേണ്ടി വന്നു. എന്താണ് കാര്യം? അദാനിക്കെതിരെ എഴുതി എന്നുള്ളതാണ്. എന്താണ് ആരോപണം? നരേന്ദ്രമോദി സർക്കാരിൽ നിന്ന് 500 കോടി രൂപയുടെ അൺഡ്യൂ ആയിട്ടുള്ള റീഫണ്ട് ലഭിച്ചു എന്നുള്ളത് വെളിപ്പെടുത്തിയതിനാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജേർണലിസ്റ്റിന് EPWൻ്റെ എഡിറ്റർ സ്ഥാനം രാജിവെച്ച് പുറത്തേക്ക് പോകേണ്ടി വന്നത്. ആ വർഷം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായിട്ടുണ്ട്. ബോബി ഘോഷ് എന്നൊരു ജേർണലിസ്റ്റ് ഉണ്ട്. ബോബി ഘോഷ് എന്ന് പറഞ്ഞാൽ ടൈമിൻ്റെ അതായത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങളിലൊന്നാണ് ടൈം എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമുക്ക് നമ്പർ 1 പ്രസിദ്ധീകരണം എന്ന് പറയാം. ആ ടൈമിൻ്റെ വേൾഡ് എഡിറ്ററായിരുന്നു ബോബി ഘോഷ്. ആ പണി രാജിവെച്ചിട്ട് ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ എഡിറ്ററായി. ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ എഡിറ്ററായിട്ട് അദ്ദേഹം ഹെയ്റ്റ് ട്രാക്കർ എന്ന് പറയുന്ന ഒരു പങ്ക്തി ആരംഭിച്ചു. ഹെയ്റ്റ് ട്രാക്കർ എന്ന് പറഞ്ഞാൽ, ഹെയ്റ്റ് നമുക്ക് പറയുന്നത് ഈ മതവിദ്വേഷവുമായി ബന്ധപ്പെട്ട് 2015 മുതൽ ഇന്ത്യയിൽ വിവിധ സ്ഥലങ്ങളിൽ നടന്നിട്ടുള്ള അക്രമങ്ങളും അതുപോലെ തന്നെ അത്തരം പ്രസംഗങ്ങളും ഇതെല്ലാം അതിൻ്റെ ഒരു ഡാറ്റ സ്വരൂപിച്ചുകൊണ്ട് ഈ ജനങ്ങളെ അത് അറിയിക്കുന്ന ഒരു സംവിധാനമായിരുന്നു ഈ ഹെയ്റ്റ് ട്രാക്കർ എന്ന് പറയുന്നത്. അത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന പോലെ തന്നെ സ്വാഭാവികമായിട്ടും പ്രതിസ്ഥാനത്ത് നിർത്തുക BJP ആണല്ലോ. BJPയുടെ അനവധിയായ ഹെയ്റ്റ് ക്യാമ്പയിൻസും അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായി നടന്നിട്ടുള്ള ആക്രമണങ്ങളുമെല്ലാം റെക്കോർഡ് ചെയ്യപ്പെട്ടു. അതൊരു ക്രൗഡ് സോഴ്സിംഗ് ആയിരുന്നു. അതായത് നമുക്കെല്ലാവർക്കും അത് റിപ്പോർട്ട് ചെയ്യാം. നമ്മുടെ വീട്ടിനടുത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. അത് ഫാക്ച്വൽ ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതൊരു ക്രോസ് ചെക്കിംഗ് ഉണ്ടാവും, പക്ഷേ അത് പ്രസിദ്ധീകരിക്കും. അങ്ങനെ ഒരു വലിയ ഡാറ്റാ ബേസ് ഇന്ത്യയിൽ രൂപപ്പെട്ട് വരികയാണ്. നോക്കൂ, 2017 ബോബി ഘോഷിനെ ഹിന്ദുസ്ഥാൻ ടൈംസിൽ നിന്ന് ബോബി ഘോഷിനെ രാജിവെക്കേണ്ടി വന്നു. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ ശോഭന ഭാർത്തിയ എന്ന് പറയുന്ന ആളാണ് ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. ശോഭന ഭാർത്തിയ 2006 മുതൽ 2012 വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്തിട്ട് രാജ്യസഭാ അംഗമായിട്ടുള്ള UPAയുടെ ഭരണകാലത്ത് രാജ്യസഭാ അംഗമായിട്ടുള്ള ആളാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു പാർട്ടി അഫിലിയേഷൻ കൂടി ഉണ്ട്.
ഏതായാലും ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ ചെയർപേഴ്സൺ ആയിട്ടുള്ള ഈ ശോഭന ഭാർത്തിയ നരേന്ദ്രമോദിയായിട്ടൊരു കൂടിക്കാഴ്ച നടത്തി അടുത്ത ദിവസം ബോബി ഘോഷ് പോകുന്നത്. അതിനുശേഷം ഈ ഹെയ്റ്റ് ട്രാക്കർ എന്ന് പറയുന്നൊരു പരിപാടി ഹിന്ദുസ്ഥാൻ ടൈംസ് മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല. ഈ രീതിയിലാണ് മാധ്യമങ്ങളെ ഇൻറ്റിമിഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കറിയാമല്ലോ NDTV 2014 24 hours ബ്ലാക്ക് ഔട്ട് ചെയ്തു. എന്താണ് ബ്ലാക്ക് ഔട്ട് ചെയ്യാനുള്ള കാരണം? അന്ന് NDTV ആണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിക്ക് പിന്നാലെ നിന്ന് ഈ നിരന്തരമായി ഈ ഗോത്ര അടക്കമുള്ള വിഷയങ്ങളെടുത്ത് ചർച്ചകൾ നടത്തിക്കൊണ്ടിരുന്നത്. പ്രണോയ് റോയാണ് അതിന് നേതൃത്വം കൊടുത്തിരുന്നത്. തീർത്താൽ തീരാത്ത പകയാണ് NDTVയോട് നരേന്ദ്രമോദിക്കുള്ളത്. അപ്പോഴാണ് ഈ പറയുന്ന പത്താൻകോട്ടിലെ എയർബേസിലേക്ക് കാശ്മീരി ടെററിസ്റ്റുകളുടെ അറ്റാക്ക് നടക്കുകയും അന്ന് നാഷണൽ സെക്യൂരിറ്റി ബ്രീച്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് 24 മണിക്കൂറത്തേക്ക് ഇത് ബ്ലാക്ക് ഔട്ട് ചെയ്തു. ഇതിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ടെലിവിഷൻ ചാനലിനെ ബ്ലാക്ക് ഔട്ട് ചെയ്യുക എന്ന് പറയുന്ന തീരുമാനമൊക്കെ എടുക്കുക എന്ന് പറയുന്നത്. അതൊക്കെ മാധ്യമ സ്വാതന്ത്ര്യം ഏതെങ്കിലും തരത്തിലുള്ള ജനാധിപത്യ മര്യാദയുള്ള ഒരു സർക്കാരും അത്തരം വലിയ കടന്ന കൈകളിലേക്കൊന്നും പോകാറില്ല. 2017 വീണ്ടും NDTVയുടെ ഓഫീസിൽ കംപ്ലീറ്റ് ആയിട്ട് റെയ്ഡ് നടന്നു. എന്താ കാര്യം എന്നറിയാമോ? 2017 മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും വലിയ കർഷക കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. അത് നിരന്തരം ട്രാക്ക് ചെയ്തുകൊണ്ട് അത് നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന ചാനലാണ് NDTV എന്ന് പറയുന്നത്. 2017 സഹിക്കവയ്യാതെ ഈ CBI വിട്ടിട്ട് പോലീസിനെ വിട്ടിട്ട് റെയ്ഡ് ചെയ്യിപ്പിക്കുകയാണ്. ICICI ബാങ്കിലെ ഒരു ലോണിൻ്റെ കാര്യത്തിനകത്ത് നിക്കക്കളില്ലാതായി ഇപ്പോൾ NDTVക്ക്. അവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അവർ യാതൊരു തരത്തിലുള്ള ക്രമക്കേടുകളും കാണിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ എങ്ങനെയാണ് ഒരു മാധ്യമ സ്ഥാപനത്തിലേക്ക് ഇങ്ങനെ CBI വിട്ടിട്ട് ഇത്തരത്തിലുള്ള ഇൻറ്റിമിഡേഷൻ നടത്താൻ കഴിയുക? 2018 അതിൻ്റെ അത് കൃത്യമായ സൂചന നൽകിയത്. 2018 മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും നടന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP തോക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ രീതിയിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ ഈ ഭീഷണിപ്പെടുത്തുകയോ കേസുകളിൽ കൊടുക്കുകയോ നോക്കാവും. ഇപ്പോൾ ഈ ദ വയർ എന്ന് പറയുന്ന മാസിക, ഓൺലൈൻ മീഡിയയിൽ എത്ര കേസുണ്ടെന്ന് അവർക്ക് തന്നെ അറിയില്ല. ഇന്നിപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും നന്നായി മോഡി ഗവൺമെൻറ്റിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരു മാധ്യമ സ്ഥാപനമാണത്. അതിൻ്റെ എഡിറ്ററായിട്ടുള്ള സിദ്ധാർത്ഥ് വർജരാജൻ അടക്കമുള്ള ആളുകൾക്കെതിരെ കേസ്, അവിടെ വലിയ റെയ്ഡുകൾ നടന്നിട്ട് അവിടുത്തെ എല്ലാ ഇലക്ട്രോണിക് ഡിവൈസസും പിടിച്ചുകൊണ്ട് പോയിട്ട് രാജ്യത്തെ ഒരു കോടതി ഈ പറയുന്ന ഏജൻസികളെ പ്രതിപക്ഷത്ത് നിർത്തി എന്നിട്ട് പറഞ്ഞു നിങ്ങൾ കാണിക്കുന്നത് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്, ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങളിലാണ് നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത്, ഈ ഡിവൈസസ് എല്ലാം തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ന്യൂസ് ലോണ്ടറിയുടെ എത്ര കേസുകളുണ്ട്? ന്യൂസ് ക്ലിക്ക് നമ്മൾ അവസാനം ചർച്ച ചെയ്തതാണ്. ന്യൂസ് ക്ലിക്ക് പൂട്ടിയിരിക്കുന്നു. ഈ രീതിയിൽ മാധ്യമ സ്വാതന്ത്ര്യത്തെ അങ്ങേയറ്റം അപകടപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യ പോയി കഴിഞ്ഞിരിക്കുന്നതിൻ്റെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഈ ഇൻഡെക്സിലെ കണക്കൊന്നും ഇനി പറയേണ്ട. 180 രാജ്യങ്ങളുടെ ഇൻഡെക്സിൽ 161ാമത്തെ സ്ഥാനത്താണ് ഇന്ത്യ എന്നുള്ള കാര്യം ലോകത്തൊരു എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം. താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ 2023 ജൂണിലാണെന്നാണ് എൻ്റെ ഓർമ്മ. വൈറ്റ് ഹൗസിൽ വെച്ചൊരു വാർത്താ സമ്മേളനം ജോ ബൈഡനും നരേന്ദ്രമോദിയും കൂടി ഒരുമിച്ച് നടത്തി. അന്ന് വാൾ സ്ട്രീറ്റ് ജേണലിൻ്റെ സബ്രീന സിദ്ദിഖി എന്ന് പറയുന്ന വനിതാ റിപ്പോർട്ടർ ഈ പറയുന്ന ഒരു ചോദ്യം നരേന്ദ്രമോദിയോട് ചോദിക്കുന്നു. നരേന്ദ്രമോദി ഇതുവരെ വാർത്താ സമ്മേളനം നടത്താത്ത ഏക പ്രധാനമന്ത്രിയാണ് കേട്ടോ. 2013 അവസാനമായ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത്. അത് മൻമോഹൻ സിംഗ് ആയിരുന്നു. 11 വർഷമായി. ഇപ്പം 2024 നമ്മളുള്ളത്. ഒരു വാർത്താ സമ്മേളനവും ഇതുവരെ നരേന്ദ്രമോദി നടത്തിയിട്ടില്ല. അപ്പോൾ അന്ന് ഈ പറയുന്ന വൈറ്റ് ഹൗസിൽ വെച്ചിട്ട് ഈ സബ്രീന സിദ്ദിഖി ചോദിക്കുന്നു, ഇന്ത്യയിൽ മുസ്ലിങ്ങൾ വലിയ രീതിയിൽ ആക്രമിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്നു. മതത്തിൽപ്പെട്ടൊരു സ്ത്രീയാണ്. ഏതായാലും അതിന് അദ്ദേഹം മറുപടി പറഞ്ഞു. പക്ഷേ അവർ വലിയ സൈബർ ബുള്ളിയിങ്ങിലാണ് നേരിടേണ്ടി വന്നത്. അതിനുശേഷം എന്താ സംഭവിച്ചതെന്നറിയാമോ? നമ്മൾ ഈ ലോകത്തിൻ്റെ മുമ്പിൽ നമ്മളൊരു മാതൃകയാണെന്നൊക്കെ പറയുമ്പോൾ വൈറ്റ് ഹൗസിലൊരു വാർത്താക്കുറിപ്പ് ഇറക്കേണ്ടി വന്നു. ഇത് അൺഅക്സെപ്റ്റബിൾ ആണ്, ആൻറ്റിതെറ്റിക്കലാണ് എന്ന് വൈറ്റ് ഹൗസ് വാർത്താക്കുറിപ്പ് ഇറക്കി. അങ്ങനെയാണ് ഇപ്പോൾ ലോകം നമ്മളുടെ രാജ്യത്തെ മാധ്യമ പ്രവർത്തനത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് തന്നെ ഏറ്റവും മോശപ്പെട്ട മാധ്യമ അന്തരീക്ഷമുള്ള ഒരു രാജ്യമാക്കി ഇന്ത്യ മാറിയിരിക്കുന്നുള്ളതാണ്. ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. ഇതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? നമ്മളിപ്പോൾ ഒരു രാജ്യത്തെ സർക്കാരിനെ വിമർശിക്കുകയും ആ സർക്കാരിൻ്റെ ചെയ്തികൾക്ക് ആ സർക്കാരിനെ അക്കൗണ്ടബിൾ ആക്കുകയും ചെയ്താൽ അത് സമൂഹത്തോട് മാധ്യമങ്ങൾ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമാണ്. അതിനെയാണ് നമ്മൾ പേട്രിയോട്ടിസം എന്ന് പറയുന്നത്. കാരണം അത് രാജ്യത്തോടുള്ള സ്നേഹം കൊണ്ട് മാധ്യമങ്ങൾ ചെയ്യുന്നതാണ്. കാരണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിന് തിരഞ്ഞെടുത്ത ജനങ്ങളുടെ ഒരു ബാധ്യതയുണ്ട്. അവർക്ക് കുറ്റം ചെയ്യാനോ തെറ്റ് ചെയ്യാനോ അവകാശമില്ല. അവരുടെ ഏതെങ്കിലും പോളിസി മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ, അവരുടെ ഏതെങ്കിലും പ്രവർത്തനങ്ങളിൽ വീഴ്ച വരുത്തുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളെ അറിയിക്കുകയും അതിനെ വിമർശിക്കുകയും ചെയ്യേണ്ടത് മാധ്യമങ്ങളുടെ ധർമ്മമാണ്. അതിനെ എല്ലാ ലോകരാജ്യങ്ങളും, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാ ലോകരാജ്യങ്ങളും ഈ രാഷ്ട്രസ്നേഹമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇവിടെ സർക്കാരിനെ വിമർശിച്ചാൽ എന്താ സംഭവിക്കാമെന്നറിയാമോ? രാജ്യദ്രോഹമായിട്ട് മാറും എന്നുള്ളതാണ്. സെഡിഷനായിട്ട് മാറും. എത്ര സെഡിഷൻ കേസുകളുണ്ട് ജേർണലിസ്റ്റുകൾക്കെതിരെ. അപ്പോൾ ഈ രീതിയിൽ വലിയ പ്രതിസന്ധിയിലേക്ക് ഇന്ത്യൻ മാധ്യമരംഗം പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് BBC-ക്ക് ഇന്ന് നേരിടേണ്ടി വന്നിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്. BBC-ക്ക് ഇന്ത്യ പോകേണ്ടി വരുന്നു എന്ന് പറയുന്നത് ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ക്യാപ്പൊക്കെ ഉള്ളപ്പോൾ തന്നെ മാധ്യമ സ്ഥാപനങ്ങളോട്, മാധ്യമ പ്രവർത്തനത്തോട് എല്ലാ ജനാധിപത്യ സമൂഹങ്ങളും എടുക്കുന്നൊരു സമീപനത്തിൻ്റെ പ്രശ്നം കൂടിയുണ്ട്. ഇപ്പം BBC എന്തുകൊണ്ടാണ് അറ്റാക്ക് ചെയ്യപ്പെട്ടത്? BBC ഈ പറയുന്ന നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ
ഇന്ത്യയുടെ ഗോദ്ര സംഭവത്തിലെ പങ്കാളിത്തത്തെക്കുറിച്ച് ഉള്ള ഡോക്യുമെൻ്ററി കാണിച്ചതിന് ശേഷമാണ് BBC അറ്റാക്ക് ചെയ്യപ്പെടുന്നത്. അതെന്താണ്? നരേന്ദ്രമോദി ഇന്നുണ്ടല്ലോ ഇന്ത്യയുടെ നേതാവായിട്ട് മാത്രമല്ല അദ്ദേഹത്തെ കാണുന്നത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ അനുയായികൾ വിളിക്കുന്നുണ്ടല്ലോ വിശ്വഗുരു എന്നാണ് ഇപ്പോൾ വിളിക്കുന്നത്. അതായത് ഒരു ഇൻ്റർനാഷണൽ ലീഡറായിട്ട് നരേന്ദ്രമോദിക്ക് വളരണമെന്ന് നരേന്ദ്രമോദിക്ക് ആഗ്രഹമുള്ളപ്പോൾ ആ ഇൻ്റർനാഷണൽ അറീനയിൽ അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായയെ മോശമാക്കുന്ന ഏത് തരത്തിലുള്ള മാധ്യമങ്ങളെ അദ്ദേഹം അനുവദിക്കത്തില്ല. അപ്പോൾ ആ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് BBC അറ്റാക്ക് ചെയ്യപ്പെട്ടത്. BBCക്ക് ഇവിടുന്ന് പോകേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ BBC മാത്രമല്ല, ഇന്ത്യൻ സമൂഹത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന മാധ്യമ അന്തരീക്ഷം എന്ന് പറയുന്നത് അങ്ങേയറ്റം അപകടകരമായ ഒരു സാഹചര്യത്തിലാണ്. Meet the editors.